ലഹരി സംഘങ്ങൾ സംസ്ഥാനത്ത് പിടിമുറുക്കുമ്പോൾ ലഹരി മേഖലയുടെ വിപണി നിലവാരമൊക്കെ ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വൻ ലോബികൾ, ചില പോലീസ് ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ വൻ ലാഭം പ്രതീക്ഷിച്ച് സംഘത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടാണ് വിവരം. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ 20ഓളം ഡോക്ടർമാർ വരെ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരായുണ്ട്. അതിൽ ഒരു ഡോക്ടറുടെ വീഡിയോ നമ്മൾ കണ്ടു. അദ്ദേഹത്തിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചെടുത്തു. 3 വർഷമായി അദ്ദേഹം ഇത് ഉപയോഗിക്കുന്നു. MBBS കഴിഞ്ഞ് സ്പെഷ്യലൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി 15 ദിവസവും കൂടി കഴിഞ്ഞാൽ അതും പൂർത്തിയാക്കി ഡോക്ടർ പരിശോധനയ്ക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ടുന്ന അവസ്ഥയിലാണ് അദ്ദേഹം പിടിക്കപ്പെടുന്നത്. MDMA-യും അതുപോലുള്ള വസ്തുക്കളുമാണ് അദ്ദേഹത്തിൽ നിന്ന് പിടിച്ചെടുത്തത്. 500 മില്ലിഗ്രാം മുതലാണ് മയക്കുമരുന്ന് വ്യാപാരം നടക്കുന്നത്. മൊത്ത വ്യാപാരികളിൽ നിന്ന് 5 ഗ്രാം ലഹരി വസ്തു 12,000 രൂപക്ക് വാങ്ങി 500 മില്ലിഗ്രാം വീതമുള്ള ചെറിയ പാക്കറ്റുകളാക്കി അല്ലെങ്കിൽ പൊതികളാക്കി 3000 മുതൽ 5000 വരെ രൂപക്കാണ് വിൽക്കുന്നത്. അഥവാ 1/2 ഗ്രാമിന് റിട്ടെയിൽ മാർക്കറ്റിൽ 3000 മുതൽ 5000 വരെ വിലയുണ്ടെന്നർത്ഥം. സിപ്പ് പേപ്പറിൽ പൊതിഞ്ഞാണ് ലഹരി വിതരണം ചെയ്യുന്നത്. ക്രിസ്റ്റൽ രൂപത്തിലും പൊടി രൂപത്തിലും MDMA എത്താറുണ്ട്. യെല്ലോ കളറിലാണ് ഏറ്റവും പുതിയതായി എത്തിയതെന്ന് പറയപ്പെടുന്നു. ആദ്യ 2 തവണ സാമ്പിളുകൾ സൗജന്യമായി നൽകുകയാണ് പതിവ്. കുട്ടികളെയും യുവാക്കളെയും ലഹരിക്ക് അടിമപ്പെടുത്തുകയാണ്. 1 തവണ ഉപയോഗിച്ചാൽ പോലും അഡിക്ഷൻ ഉണ്ടാകുമെന്നത് കൊണ്ട് തന്നെ ആരോഗ്യരംഗത്തുള്ളവർ പറയുന്നു, പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ലഹരി സംഘങ്ങൾ വലയിലാക്കുന്നുണ്ടെന്ന്. വൻ തുക ലഹരി ഉപയോഗത്തിന് ചിലവഴിക്കാൻ കഴിയാതെ വരുമ്പോൾ മിക്കവരും വിൽപ്പനക്കായി വാങ്ങുകയും വിൽപ്പനക്കാരായി മാറുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും പെൺകുട്ടികളാകുമ്പോൾ പണമുണ്ടാക്കാൻ മറ്റു വഴികളും തേടിയെന്ന് വരും. ആ തുക കൊണ്ട് കൂടുതൽ ലഹരി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ അതിലെ ലാഭം കൊണ്ട് ഉപയോഗവും കൂടുന്നു. പോലീസിനും എക്സൈസിനും ലഹരി സംഘങ്ങളെക്കുറിച്ച് പലരും വിവരം നൽകാറുണ്ടെങ്കിലും പലപ്പോഴും വിവരം നൽകുന്നയാളിൻ്റെ വിവരം ചോരുന്നതായി ആക്ഷേപമുണ്ട്. അത് പോലീസിനും എക്സൈസിനും വിവരം നൽകുന്നവർക്കും ആപത്തായി മാറുന്നു. ലഹരി ലോബിയിൽ നിന്ന് കുറഞ്ഞ അളവ് ആയതിനാൽ ഒളിപ്പിക്കാൻ എളുപ്പമാണ് എന്നത് കൂടുതൽ പേരെ വിൽപ്പനക്കാരാക്കി മാറ്റുന്നുണ്ട്. അർദ്ധരാത്രിയാണ് കൂടുതൽ വ്യാപാരവും നടക്കുന്നത്. എക്സൈസ് നിയമപ്രകാരം ലഹരി വസ്തു കൈവശം വെക്കുകയോ വാഹനത്തിലോ മറ്റോ സൂക്ഷിക്കുകയോ ചെയ്തതായി കണ്ടെത്തിയാൽ മാത്രമേ നടപടിയെടുക്കാൻ കഴിയുകയുള്ളൂ. ആദിവാസി കുട്ടികളെയും ലഹരി സംഘങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതായി ആക്ഷേപമുണ്ട്. ആരോഗ്യ പ്രവർത്തകർക്കിടയിലും ലഹരി ഉപയോഗം
വർദ്ധിക്കുകയാണ്. ഡോക്ടർമാർ വരെ, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരിൽ നിന്ന് വരെ പിടിക്കപ്പെട്ടത് ഇതിൻ്റെ ആപൽകരമായ ഒരു ഘട്ടമാണ് നമ്മുടെ മുന്നിൽ എത്തിക്കുന്നത്. ഇത്തരം ഡ്രഗ് അഡിക്റ്റുകളായ ഡോക്ടർമാരുടെ കൈകളിലാണ് രോഗികളായ നമ്മിൽ പലരെയും നമ്മൾ മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്ത് ഏൽപ്പിച്ചു കൊടുക്കുന്നത് എന്ന കാര്യം ഒരു വല്ലാത്ത ഭീകരാവസ്ഥ തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം കുറക്കാൻ വേണ്ടിയാണ് പലരും ഇത് ഉപയോഗിച്ചു തുടങ്ങുന്നത്. ആരോഗ്യരംഗത്തെ വിദഗ്ധർ ഇത് പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു വിഷയം ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിച്ചാൽ തന്നെ MDMA പോലെയുള്ള അഥവാ സിന്തറ്റിക് ഡ്രഗ്സുകൾക്ക് മനുഷ്യൻ അടിമയായി മാറുന്നു എന്നതാണ്. മാത്രമല്ല, പ്രത്യേക രുചിയോ വാസനയോ ഒന്നുമില്ലാത്ത ഇത് വളരെ ചെറിയ അളവിൽ തന്നെ കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നു എന്നതും സൂക്ഷിക്കാനും ഉപയോഗിക്കാനും വളരെ സൗകര്യമാണ് എന്നതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഈ വിഷയത്തിൽ 3-4 വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ഇത് ചെയ്യേണ്ടി വരികയാണ്. കാരണം നാട്ടിലെ അവസ്ഥ, അപകടങ്ങൾ, ലഹരി ഉണ്ടാക്കുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ, വെട്ടിക്കൊല്ലലുകൾ, സ്വന്തം വീട്ടിലുള്ള രക്തബന്ധങ്ങളെ വരെ കൊന്നുതള്ളൽ തുടങ്ങിയ പല വിപത്തുകളിലേക്ക് കേരളം ആപതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടി വിശദാംശങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം. ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഈ ആപത്തിനെക്കുറിച്ച് ബോധവാന്മാരായി നമ്മുടെ മുറ്റത്ത് തന്നെ എത്തിയിരിക്കുന്നു ഈ വൻ ആപത്ത് എന്ന് മനസ്സിലാക്കി ഇതിനെതിരെ ജാഗരൂകരായിരിക്കണം. നമ്മുടെ സഹോദരങ്ങളെയും മക്കളെയും ഒക്കെ സൂക്ഷിക്കണം, ഒരു ജാഗ്രത വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.